അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ആശ്ചര്യം മതി. അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിനെ നേരിട്ട് തൻ്റെ ശിഷ്യനായിരിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ട ദൈവത്താൽ ക്രിസ്തുവിനാൽ നേരിട്ട് വിളിച്ച് വേലയ്ക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിയുന്നത്. മറ്റ് ശിഷ്യന്മാരവിടെ ഉണ്ടായിരുന്നപ്പോഴും പൗലോസിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ അതിന്റെ ചരിത്രങ്ങൾ കാണുന്ന സമയത്ത് രാജാക്കന്മാരോട് സ്തോത്രം പൗലോസ് തന്റെ സാക്ഷ്യവചനങ്ങൾ പറയുമ്പോൾ അറിയാം സ്തോത്രം പൗലോസ് ആരായിരുന്നു. അങ്ങനെ പൗലോസ് കർത്താവിന്റെ കൃപയാൽ ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വന്നു, ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെട്ടു. ആരംഭ ദിശയെന്ന് പറയുന്നത് നമ്മൾ ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആരംഭ ദിശയിൽ പൗലോസിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ആകെ ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അവിടെ കാണുന്ന ഒരു സാക്ഷ്യം പൗലോസിനെ കുറിച്ച് എല്ലാവരും പറയുന്ന ഇതാണ്. അതായത് ഗലാത്യ ലേഖനം 1-ാം അധ്യായം സ്തോത്രം അതിന്റെ 22, 23, 24 വാക്യം വായിക്കുന്ന ഇങ്ങനെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 22, 23, 24 വായിക്കുന്ന ഇങ്ങനെ. യഹൂദയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. അടുത്തത്, മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്നു മാത്രം. അടുത്തത് കേൾക്കണേ, അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ എന്താണ്? താൻ മുമ്പേ ഈ മാർഗത്തിൽ നിന്നവൻ, ഈ മാർഗത്തെ മുടിച്ചവൻ, ഈ മാർഗത്തെ നശിപ്പിച്ചവൻ, ക്രിസ്തുവേശുവിലേക്ക് വന്നവരെല്ലാം പിടിച്ചു കെട്ടി ഉപദ്രവിച്ചവനാകുന്ന പൗലോസ്. ഇതാണ് സഭകൾ തോറും പറഞ്ഞുകൊണ്ടിരുന്ന അവനെ കർത്താവ് തിരുത്തി കർത്താവിന്റെ രക്ഷ അറിഞ്ഞ് അവൻ കൃപയിലേക്ക് വന്നു. അപ്പോൾ ആരംഭകാലത്തെ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. മനസ്സിലാകുന്നുണ്ട്? ആരംഭകാലത്തെ സാക്ഷ്യങ്ങളെല്ലാം എങ്ങനെയായിരുന്നു. അതിനുശേഷം ഗലാത്യ ലേഖനം 2:1 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് 14 ആണ്ട് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ 14 വർഷം എടുത്തു യഥാർത്ഥത്തിൽ താൻ ഒരു ദർശനത്തിലേക്ക് വരുവാനായിട്ട്. മനസ്സിലാകുന്നുണ്ട്? അതായത് നമ്മൾ ആരംഭ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സ്തോത്രം ഹാലലൂയ കർത്താവ് ചില സാക്ഷ്യങ്ങളായി നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മുന്നേറുന്നെങ്കിലും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മർമ്മം, ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ധനം നമ്മളിൽ വെളിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ആമേൻ. ഇന്ന് രാവിലെ എന്നെ രാവിലെ തന്നെ വിളിച്ച് കൊല്ലത്തു നിന്ന് ഒരു സഹോദരി വിളിക്കുവാനിടയായി തീർന്നു. അവർ വളരെ ഭാരത്തോടുകൂടെ സ്തോത്രം പല വിഷയങ്ങൾ പറഞ്ഞു. തലമുറയുടെ വിഷയം, സാമ്പത്തിക വിഷയങ്ങൾ, മറ്റു വിഷയങ്ങളെല്ലാം പറഞ്ഞു. വളരെ വളരെ തകർന്ന അവസ്ഥയിലാണ് അവർ വിളിച്ചത്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞത് ആ സഹോദരി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അവർ പോകുന്ന സഭയിൽ വിശ്വസ്തയോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ശക്തമായ സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ട് അവർക്ക് ജീവിക്കാൻ മേല, അതുപോലെ തന്നെ ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം, ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാ പോകുന്നത്, ഏത് സഭയിലാ പോകുന്നത്, എന്താ പോകുന്നത്? അപ്പോൾ അവരെന്നോട് ഒരു ഉപദേശത്തെക്കുറിച്ച്, ഒരു സഭയെക്കുറിച്ച് പറയാൻ ഇടയായി തീർന്നു. എൻ്റെ അറിവ് എത്തുന്നിടത്തോളം അവർ ഉപദേശം പറയുന്ന ഒരു സംഘടനയല്ല. അത് മാത്രമല്ല, ആ സംഘടനയ്ക്കകത്ത് നിന്ന് അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സംഘടനയ്ക്കകത്ത് വിടുതൽ പ്രസംഗിക്കുന്നുണ്ട്, അത്ഭുതം പ്രസംഗിക്കുന്നുണ്ട്, ഉയർച്ച പ്രസംഗിക്കുന്നുണ്ട്, എല്ലാവിധമായ മഹത്വവും പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ആ മഹത്വമോ വിടുതലോ ആശ്വാസമോ ലഭിക്കുന്നില്ല. ചോദിക്കുന്നത് അതിന് നമുക്കെന്താ? അതാണ് വിഷയം. നമ്മൾ കർത്താവിനെ കണ്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് എങ്കിൽ കർത്താവ് ആരാണെന്ന് അറിയേണ്ടത് ഒന്നാമത്തെ ഉത്തരവാദിത്വം. യേശു കർത്താവ് ആരാണെന്ന് നമ്മൾ അറിയണം. ഇന്ന് കർത്താവ് ആരാണെന്ന് പറയുന്നില്ല, അതിന് പകരം മറ്റു പലതും നമ്മൾ കേൾക്കുന്നുണ്ട്.
മറ്റു പലതും നമ്മൾ അറിയുന്നുണ്ട്. യേശു കർത്താവ് ആരാണെന്ന് അറിയുന്നില്ല. മാത്രമല്ല, എൻ്റെ മനസ്സിന് ബോധിച്ചതുപോലെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഇച്ഛയോടുകൂടെ ഞാൻ കാത്തിരുന്ന് കഷ്ടത്തിലാകുന്ന ഒത്തിരി പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം നമ്മൾ മറച്ചു വെക്കരുത്. ഇന്ന് നമ്മുടെ ദൈവസഭകൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി അതാണ്. കർത്താവ് പറയാത്ത കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം. ക്രിസ്തുവിനെ അറിയുവാൻ സാധിക്കുന്നില്ല, കർത്താവിന്റെ കൃപയിൽ രസിക്കുവാൻ സാധിക്കുന്നില്ല, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വചനത്തിൽ നിലനിന്നെങ്കിൽ മാത്രമാ നമുക്ക് കർത്താവിന്റെ പ്രവർത്തികൾ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ഈ കാര്യം പറയാൻ കാരണം, നമ്മൾ വായിച്ച നമ്മുടെ കുറിവാക്യം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം, പൗലോസ് പറയുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ചോ? ആ വാക്യം ശ്രദ്ധിച്ചോ? അവിടെ വായിക്കുന്ന എന്താണ്? എന്നാൽ ശ്രദ്ധിക്കണേ, ഇത് എന്ന് നടന്നതാ? മാനവരാശിയുടെ ആരംഭ ചരിത്രത്തിൽ നടന്ന ചതിയെ കുറിച്ച് ദൈവസഭയ്ക്ക് വീണ്ടും പൗലോസ് ബോധ്യം കൊടുക്കുകയാണ്. എന്തിന്? സുഖമായിട്ട് ജീവിച്ച പോരെ? പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചോ, അതിന്റെ അപകടം ശ്രദ്ധിച്ചോ എന്താന്നുള്ളത്? ഇവിടെ വായിക്കുന്ന എന്താണ്? എന്നാൽ സർപ്പം ഹവ്വായെ കണ്ടു, ഉപായത്താൽ ചതിച്ചു. ഉപായം. നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വരമാണ് വിവേചന വരം എന്ന് പറയുന്നത്. ഡിസൈനിങ് എബിലിറ്റി അല്ലെ, ഡിസൈനിങ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, ഡിസൈനിങ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഡിസൈൻ ചെയ്യണം, നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കണം. സാത്താനെ വിവേചിക്കണം. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഇതെങ്ങനെ അറിയും? ഈ സഭയോട് ഇത് പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇവിടെ വായിക്കുന്നത്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഇവിടെ ശ്രദ്ധിക്കണേ, എന്താ ചതി എവിടെ ഏൽക്കുന്നത്? മനസ്സിൽ. നമ്മുടെ പണത്തിലോ കുടുംബത്തിലോ സ്വത്തിലോ ഒന്നുമല്ല. പിന്നെ എവിടെയാ? മനസ്സിലാണ് ചതി വരുന്നത്. നമ്മെ എങ്ങനെ ചതിക്കണമെന്ന് സാത്താൻ അറിയാം. സാത്താൻ നമ്മളെ ചതിച്ചാൽ നമ്മുടെ മനസ്സ് മാറും. മനസ്സിലാക്കണം, നമ്മുടെ മനസ്സ് മാറ്റുന്ന ഒറ്റ അജണ്ടയാണ് സാത്താൻ ഇരിക്കുന്നത്. നമ്മുടെ മനസ്സ് ക്രിസ്തുവിൽ നിന്ന് അന്യമാക്കുക. അപ്പോൾ ഉപായത്താലേ അത് സംഭവിക്കത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്, സ്വന്തം ദൈവിക കാര്യങ്ങളല്ലാതെ പുറത്തുള്ള വിഷയം പറഞ്ഞാൽ നമ്മൾ അത് പരിഗണിക്കത്തില്ല. അപ്പോൾ ആത്മീക കാര്യത്തിൽ തന്നെ വേണം ചതി വരുവാൻ. ആത്മീക വിഷയത്തിൽ തന്നെയാണ് ചതി കൊണ്ടുവരുവാൻ സാത്താൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ തിരിച്ചറിയണം. ആത്മീക വിഷയത്തിൽ തോട്ടത്തിന് പുറത്തു വെച്ചല്ല ചതിക്കപ്പെട്ടത്, തോട്ടത്തിനകത്തിരിക്കുമ്പോഴാണ് ചതിക്കപ്പെടുന്നത്, കൽപ്പനയ്ക്കകത്ത് ഇരിക്കുമ്പോഴാണ് ചതിക്കപ്പെടുന്നത്. നമ്മളിത് ഗ്രഹിച്ചറിയണം. ഇത് ചതി എവിടെയാ വരുന്നത്? പ്രാർത്ഥിക്കാത്ത ഒരുവരെ അല്ല സാത്താൻ ചതിക്കുന്നത്, കർത്താവിനെ അറിയാത്തവനെ അല്ല സാത്താൻ ചതിക്കുന്നത്. പിന്നെ ആരെയാണ്? കർത്താവിനെ അറിഞ്ഞ് അവന്റെ അഭിഷേകത്തിലും കൃപയിലും നിലനിൽക്കുന്നവനെ സ്വന്തം വലിച്ചു കളയുവാനാണ് സാത്താൻ പോരാടുവാൻ അടുത്തു വരുന്നത്. അപ്പോൾ ഇന്ന് മറ്റൊരു വലിയ ടീച്ചിങ് ഉണ്ട്. സാത്താനില്ല, സാത്താന്റെ പ്രവർത്തനങ്ങളില്ല, പൈശാചിക ശക്തികളില്ല, ഇങ്ങനെ പറയുന്ന ഒത്തിരി പാസ്റ്റർമാരെ നേരിട്ട് എനിക്കറിയാം. കാര്യം അവരത് പ്രസംഗിക്കുന്നതിന്റെ ഉദ്ദേശം എന്നാന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം സാത്താന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഇത്രയും വ്യക്തമായ ദൈവവചനം കിടക്കുമ്പോൾ എന്താ ഇത് പറയുന്നത്? സാത്താൻ ഇല്ലെന്നോ? സാത്താൻ അവന്റെ തന്ത്രങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ പ്രവർത്തികളെ ജയിച്ചവനാകുന്ന ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നമ്മൾ അവന്റെ പ്രവർത്തികൾക്ക്, സാത്താന്റെ പ്രവർത്തികൾക്ക് എതിരായിട്ട് തീരും. അതിനാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സാത്താൻ ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിക്കണം, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. ഞാനൊരു കാര്യം പറയട്ടെ, അനേകർ പ്രാർത്ഥനയിൽ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ആരാധനയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കർത്താവിന്റെ ഉപദേശങ്ങളെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അവിടെ ഒരുത്തൻ ജയിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്ന? അവിടെ ഒരുത്തൻ അവിടെ ചിലത് പ്രവർത്തിച്ചിട്ടുണ്ട്. ആമേൻ. അത് സാത്താന്റെ തന്ത്രമാണ്. വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കണം, രണ്ട് കാര്യമാ സാത്താന്റെ പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകും. ഒന്ന്. രണ്ടാമത് നിർമ്മലതയും വിട്ട്
പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഇതെന്താ സംഭവിക്കുന്നത്? ക്രിസ്തുവിനോടുള്ള മനസ്സിലുള്ള ക്രിസ്തുവിനുള്ള ഏകാഗ്രത നമുക്കുണ്ടോ? അത് ക്രിസ്തുവിനെയാണോ നമ്മൾ ധ്യാനിക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം, അല്ലേ? ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമുക്ക് ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഉയരത്തിലുള്ളത് കാണാൻ കഴിയുന്നുണ്ടോ? ഉയരത്തിലുള്ളത് ധ്യാനിക്കാൻ കഴിയുന്നുണ്ടോ? ഉയരത്തിലുള്ളത് ധ്യാനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൃപയിലായിരിക്കുന്നുള്ളൂ. വളരെ തിരിച്ചറിഞ്ഞു. നമ്മുടെ മനസ്സ് എവിടെയാണ്? നമ്മുടെ മനസ്സിൽ എന്താണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ മനസ്സിലെ പ്രധാന വിഷയം എന്താണ്? നമ്മുടെ പ്രധാന വിഷയം എന്താണ്? ഒരുപക്ഷെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലവിധമായ തിരക്കുകൾ കൊണ്ടുവരാം, പല ആവശ്യങ്ങൾ കൊണ്ടുവരാം, ചില പ്രത്യേക വിഷയത്തിലുള്ള തർക്കങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ഇതൊക്കെ കടന്നു വരുമ്പോൾ നാം പരീക്ഷിക്കപ്പെടുകയാണ്. കാര്യം, നമ്മൾ അതിനെ കടന്നുപോയേ പറ്റത്തുള്ളൂ. നമ്മൾ ചില നേരത്തെ ജഡത്തിലാവും, നമ്മൾ ജഡീകരെ പോലെ സംസാരിക്കും, നമ്മൾ ലോകരെ പോലെ മാത്രം ചിന്തിക്കും. മനസ്സിലാക്കണം, ഇത് പരീക്ഷാകാലമാ, സൂക്ഷിച്ചതിന് ഒഴിയണം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ വായിലെ വാക്കുകളെ തൂക്കി നോക്കുന്ന ദൈവം ഇത് അറിയുന്നുണ്ട്, നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മനസ്സ് ക്രിസ്തുയേശുവിനോടുള്ള ഏകാഗ്രതയും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അടുത്തത്, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും കൈക്കൊള്ളാത്ത വേറൊരു വിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നതാ ശരി. ഇവിടെ ശ്രദ്ധിക്കണമേ, പൗലോസ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചതിന്റെ അപകടം ശ്രദ്ധിച്ചോ? പുതിയ നിയമ സഭയ്ക്ക് എഴുതി കൊടുക്കുന്ന കാര്യമാണ്. അവിടെ ഒരുവൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, ശ്രദ്ധിക്കണം, നമുക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കണം, 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാ? മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്. ഇത് 3 ഉണ്ട്. ഞാൻ പറയാം, ഇന്ന് സ്വതന്ത്രം സത്യവചനം പ്രസംഗിക്കാത്ത ഇടത്തും അഭിഷേകത്തിന്റെ നിറവ് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവവചനം വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ അല്ല ചിലര് വെളിപ്പെടുത്തുന്ന, അത് മുഖാന്തരം അവിടെയുള്ളവരും ആത്മാവിൽ നിറയുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സ് സാത്താന്റെ കൈവശത്തിലാണ്. അവരുടെ മനസ്സ് സാത്താന്റെ കൈവശത്തിലാണ് ഇരിക്കുന്നത്. അതായത് ചിലരിലൂടെ ചിലരെ വിറ്റ് കളയുകയാണ് സാത്താൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്ക് അതിന് ഇതൊക്കെ ഇങ്ങനെയാണോന്ന് അറിയാൻ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 15, 16, 17 വാക്യം. 1 യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, യോഹന്നാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. ലോകത്തിലുള്ളതിനെയും. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ലോകത്തിൽ ജീവിക്കുക അല്ലേ? നമുക്ക് പല ആവശ്യങ്ങളുണ്ട്, നമുക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കേണ്ടതുണ്ട്. അപ്പൊ അതെങ്ങനെ ഇത് രണ്ടും കൂടെ കണക്ട് ആവും? എങ്ങനെ കണക്ട് ആവും? നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഭൗതികമായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുകയാണ്. വായിച്ച ആ വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ചേ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാവുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴുകി പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. സ്തോത്രം. നമുക്കതിന്റെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. ഒന്ന് യാക്കോബിന്റെ ലേഖനം
1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ധനവാനോ ആ പുല്ലിന്റെ പൂ പോലെ ഒഴുകി പോകുന്നവനാകയാൽ ആ തന്റെ എളിമയിലും ആ. പ്രശംസിക്കട്ടെ. പ്രശംസിക്കട്ടെ. സഭയ്ക്കകത്ത് എല്ലാവരും ഉണ്ട്. സഭയ്ക്കകത്ത് എല്ലാവരും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ധനമുള്ളവരുണ്ട്, ധനമില്ലാത്തവരുണ്ട്, എല്ലാവിധ ആധിപത്യം ഉള്ളവരും എവിടെയുണ്ട്? സഭയ്ക്കകത്തുണ്ട്. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന പദം ശ്രദ്ധിച്ചോ. ഒരു വ്യക്തിക്ക് സമ്പത്തുണ്ടെന്ന് വെച്ച് ആ വ്യക്തിയെ സഭയുടെ പുറത്താക്കാനോ ദുർവ്യാഖ്യാനം ചെയ്യാനോ ദൈവം അതിനെ അനുവദിക്കുന്നില്ല. പണം ആവശ്യമല്ലേ? ദൈവവേല ചെയ്യാനും പണം ആവശ്യമല്ലേ? പണമില്ലാതെ നടക്കുവോ? നടക്കത്തില്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ കെട്ടിടം എടുത്ത് വെച്ച് ഇന്ന് റെന്റ് അടയ്ക്കുന്നുണ്ട്, ഈ ഫാനും ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ട് കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട്, ബാക്കി എല്ലാ ചെലവുകളും നടക്കുന്നുണ്ട്. കാര്യം പണം ഉള്ളതുകൊണ്ട് അത് നടക്കുന്നത്. എന്നാൽ യാക്കോബ് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം. യാക്കോബ് പറയുന്ന പദം ശ്രദ്ധിച്ചോ. ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും, അതായത് ഒരുവൻ സമ്പത്ത് എത്ര വർദ്ധിച്ചാലും അവൻ എളിമയുള്ളവനായിരിക്കണം. സഭയില് എത്ര കോടി ആസ്തിയുള്ളവരാണെങ്കിലും അവൻ എളിമയുള്ളവനായിരിക്കണം. അത് കൽപ്പനയാണത്. മനസ്സിലാകുന്നുണ്ടോ? എളിമപ്പെടുവാൻ ഉപദേശിക്കണം, എളിമപ്പെടുവാൻ അവനെ അഭ്യസിപ്പിക്കണം. അപ്പോൾ എളിമ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. വിഷയം എന്താണെന്നറിയാവോ? നാം പണമുണ്ട് എന്ന് വെച്ച് ആരെയും അന്യായമായി ദുഃഖിപ്പിക്കാനോ വേദനിപ്പിക്കാനോ തുടങ്ങരുത്. നാം എളിമയിലായിരിക്കണമെന്ന് അപ്പോസ്തലനായ യാക്കോബ് പറയുമ്പോൾ അത് നമ്മൾ ഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ. കാരണം എന്നാ? കാര്യം ദൈവവേല ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പണം ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നമ്മളിവിടെ വായിക്കുമ്പോൾ അവിടെ പറയുന്ന പ്രതി ശ്രദ്ധിച്ചു. അവിടെ വായിക്കുന്നതാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാകുന്നത്? നമ്മുടെ കയ്യിൽ സമ്പത്തോ സ്വത്തോ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അതിൻ്റെ അകത്ത് പെടരുത്. മനസ്സിലാകുന്നു? നമ്മുടെ മനസ്സ് ഈ സമ്പത്തിന്റെ അകത്ത് കുടുങ്ങരുത്. അതവിടെ കിടക്കട്ടെ. വലിയ കോടിക്കണക്ക് വിലയുള്ള ഒരു കാർപോർച്ച് കിടപ്പുണ്ടെങ്കിൽ അത് മുറ്റത്താ, എൻ്റെ മനസ്സിലല്ല. നീ കിടക്കുന്ന വീട് കോടിക്കണക്ക് രൂപ വിലയുള്ളതായിക്കോട്ടെ, ആ വീട്ടിൽ നീ കിടന്നാൽ മതി. ആ വീട് നിന്റെ മനസ്സിൽ കയറരുത്. ആമേൻ. പലതും നമ്മുടെ കയ്യിൽ വന്നാൽ അത് നമ്മുടെ മനസ്സിലേക്ക് കയറാൻ നമ്മൾ അനുവദിക്കരുത്. അവിടെയാണ് ജയമിരിക്കുന്നത്. അതിനാണ് ദൈവം നമ്മുടെ കർത്താവ് തന്റെ അഭിഷേകം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നത്. മനസ്സിലാകണം. നമ്മൾ ലോകത്തെ നോക്കുമ്പോൾ കാണുന്ന രസം എന്നാ? ചെറിയ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ അവൻ അഹങ്കാരിയാകുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഭയങ്കര കൊടിയ അഹങ്കാരിയായി മുമ്പോട്ട് പോകുന്ന കാണുന്നത്. കാരണം എന്നാ? അവൻ വിലയുള്ളതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും വിലയുള്ളത് അവൻ്റെ മനസ്സിലാണായിരിക്കുന്നത്. നമ്മൾ ചിലരെയൊക്കെ പരീക്ഷിച്ച് നമ്മുടെ കൂട്ടിലുള്ളവരും നമ്മുടെ കൂടപ്പുറപ്പാകളായിട്ടുള്ള പലരും രക്ഷിക്കപ്പെടാത്തവരൊക്കെ പലരും നമ്മൾ ചെന്ന് കാണുക ഇടപെടുകയും ചെയ്യുമ്പോൾ അവരുടെ വായ തുറന്നാൽ മുഴുവൻ ലോക കാര്യമേ വരുള്ളൂ. അതിൽ തന്നെ ഇപ്പോൾ ഒരു വീടിനെ കുറിച്ച് ഒരു വർണ്ണന വന്ന ആ വീട് പണിതത് എങ്ങനെ, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ, അതിൻ്റെ ഫാഷൻ എങ്ങനെ, ഇത്ര ബജറ്റായി, പിന്നെ ബജറ്റിനെ കുറിച്ച് സംസാരം. അപ്പോൾ ബജറ്റ് ഇങ്ങനെ, അപ്പോൾ ആ നാട്ടിലുള്ള കുറേ വീടുകൾ, അതിൽ എൻ്റെ വീടാ വലുത്, അവൻ്റെ ഇവൻ്റെ വീട് വലുതല്ല, എൻ്റെ വീടുകളുടെ പലത് അവിടെ ഇല്ല. എൻ്റെ വീട് കാഴ്ച ചെറുതാണെങ്കിൽ ഇങ്ങനെയാ അങ്ങനെയാ. മനസ്സിലാക്കണം, വിലയുള്ളത് കാണാത്തവന്റെ വായിൽ നിന്ന് അതേ വരത്തുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, ധനവാൻ തൻ്റെ എളിമയിലായിരിക്കണം പ്രശംസിക്കേണ്ടത്. അപ്പോൾ ഇത് സംഭവിക്കാത്തതിന് കാരണം എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചാൽ, മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചാൽ നീ എല്ലാം ആസ്വദിക്കാനാണ് നിന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ധനവാന്മാര് എളിമപ്പെടാനല്ല അവിടെ പഠിപ്പിക്കുന്നത്. അഹങ്കാരി വീണ്ടും അഹങ്കരിക്കാൻ, ഉന്നതഭാവമുള്ളവൻ വീണ്ടും ഉന്നതഭാവമാകാൻ, നിഗളി വീണ്ടും നിഗളിയാകുവാൻ, ഇങ്ങനെയാണ് മറ്റൊരു സുവിശേഷം ഒരു മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്നത്. അവിടെയായിരിക്കും. ആമേൻ. അവിടെ വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. യോഹന്നാന്റെ ലേഖനത്തിലൂടെ വായിക്കുന്നത് ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ, അടുത്ത വാക്യം, ഇവിടെ ശ്രദ്ധിക്കണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങൾ ഇവയൊന്നും എവിടെ നിന്നല്ല എന്ന് പറഞ്ഞ സ്വർഗത്തിലെ പിതാവ് മകനെ യേശുവിനെ നിനക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ അവസ്ഥകളെ മാറ്റി നിന്നെ മാനിച്ചുയർത്തി വലിയ സെറ്റപ്പ് ആക്കുമ്പോൾ യേശു ആരാന്ന് അറിയാന്ന് പറഞ്ഞാൽ അത് മറ്റൊരു സുവിശേഷമാണത്. മനസ്സിലാവുന്നുണ്ടോ?
നമ്മെ എന്തിനാണ് കർത്താവ് ഓർക്കുന്നത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങൾ, ഇതൊന്നും ദൈവത്തിൽ നിന്നല്ലെന്ന് പറഞ്ഞാൽ, അങ്ങനെ അതാണ് ശരി, ഇതൊന്നും ദൈവത്തിൽ നിന്നല്ലെന്ന് പറഞ്ഞാൽ അന്ന് ആള് വിട്ടുപോകും. കാരണം എന്താണ്? ഈ ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നത് ഈ ചവറ് തരാനല്ലെന്നുള്ള കാര്യം കേൾക്കുമ്പോൾ പലരുടെയും മുഖം വാടും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നാം കർത്താവിലേക്ക് വന്നു അല്ലേ, ക്രിസ്തുവിൽ വന്നു, നമുക്ക് വല്ല കുറവുണ്ടായോ? ഇല്ലായ്മകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, കഷ്ടങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എവിടെയെങ്കിലും സ്തോത്രം ഹല്ലേലൂയ തകർന്നു പോയോ? ഒരു കാലഘട്ടം പറ. ഇല്ല. നമ്മൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം, തിരിഞ്ഞു നോക്കിയ പല കാലഘട്ടങ്ങളെ തിരിഞ്ഞു നോക്കിയപ്പോൾ തകർന്ന് തരിപ്പടമാകുമെന്ന് വിചാരിച്ച ദിവസങ്ങളും നാളുകളെ അടുത്ത് വന്നപ്പോൾ എങ്ങനെയാണ് അതിന്റെ നടുവിലൂടെ കടന്നുപോയത് മനസ്സിലാക്കണം. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു നാമമുണ്ട്, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട നാമമുണ്ട്. അവൻ എനിക്ക് പകരമായി കാൽവറിയിൽ മരണ ശിക്ഷകളെ ഏറ്റുവഹിച്ചത് നിമിത്തം ഒരിടത്തും കുടുങ്ങുവാൻ ഇടവല്ലാതെ വണ്ണം കർത്താവായ യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും അതിൽ നിന്നൊക്കെയും മോചിപ്പിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ആ ക്രൂശ് മരണത്തിന്റെ ശക്തിയാണ് നാം പലയിടത്തും തകർന്നു പോകാതിരുന്നത്. നമ്മുടെ ആരോഗ്യം കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, കഴിവ് കൊണ്ടോ, കുടുംബ മഹിമ കൊണ്ടൊന്നും അല്ല. ഇത് കർത്താവ് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ഫലമാണ് നമ്മൾ അവിടെയൊക്കെ തകർന്നു പോകാതിരുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങൾ, ഇവയൊന്നും പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, മനസ്സിലാക്കണം. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ലോകത്തിൽ നിന്നാണോ ദൈവത്തിൽ നിന്നാണോ എന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ചില സമയത്ത് ചില ഭൗതിക നന്മകൾ വരുമ്പോൾ ഒരു സ്തോത്രം ചെയ്തേ, എന്തിന്? അതല്ല വലുത് ഉയരത്തിലായിരിക്കുന്നത്. ആമേൻ. നമുക്ക് ദൈവം നൽകിയതിനകത്ത് നന്ദി കൊടുക്കാം. പക്ഷേ നമ്മുടെ മുമ്പിൽ എത്ര ലോകം തന്നെ പകുതി മുറിച്ചു മുമ്പേ കൊണ്ടുവച്ചാലും മനസ്സിലാക്കണം, ഇതൊന്നുമല്ല ദൈവം നമുക്ക് തരുവാനിരിക്കുന്നത്. നമുക്ക് നിത്യജീവനാണ് തരാനിരിക്കുന്നത്. നിത്യജീവൻ ദൈവരാജ്യത്തിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ സ്വർഗീയ യെരൂശലേമില ഹല്ലേലൂയ 12 അടിസ്ഥാനത്തിന്മേൽ 12 മുത്തുകളാൽ നിർമ്മിതമായ ഹല്ലേലൂയ നിത്യമായ നഗരത്തിൽ നമ്മളെ എത്തിക്കുന്ന ആ വലിയ പദ്ധതിയാണ്. കർത്താവ് തന്നെ അതിന്റെ നടുവിൽ വിളക്കായിരിക്കുന്നു. കർത്താവ് തന്നെ അതിന്റെ നടുവിൽ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ 12 വിധ മുത്തുകളും ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ തേജസ്സിനാൽ അത് പ്രകാശിക്കുമ്പോൾ അവന്റെ തേജസ് നമ്മളിലും വന്ന് ആ ദൈവ തേജസ് നമ്മളിലും പ്രതിബിംബിക്കുന്ന ആ മഹത്വമുള്ള ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ആ വലിയ വിളിക്കായിട്ടാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റൊന്നും ദൈവത്തിന്റെ അജണ്ടയിൽ ഇല്ല കേട്ടോ. മറ്റൊന്നും ദൈവത്തിന്റെ അജണ്ടയിൽ ഇല്ല. എന്തെങ്കിലും ഇവിടെ നിനക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് യൂസ് ആൻഡ് ത്രോ, അത്രയേ ഉള്ളൂ. നമ്മൾ പഠിക്കണം യൂസ് ആൻഡ് ത്രോ, അത് പഠിച്ചിരിക്കണം. സാത്താൻ പറയും യൂസ് ആൻഡ് കീപ്പ്, അതാണ് സാത്താൻ പഠിപ്പിക്കുന്നത്. സൂക്ഷിച്ചു വെച്ചോ, സൂക്ഷിച്ചു വെച്ചോ, സൂക്ഷിച്ചു വെച്ചോ. സൂക്ഷിക്കേണ്ട, അത് ഉപയോഗത്തെ നശിക്കുന്നതിനെ നശിച്ചു പോകുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് എന്തെങ്കിലും നഷ്ടം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി നമ്മളൊന്ന് പറയാൻ റെഡിയാകണം. എൻ്റെ ഉള്ളത്തെ ഉലച്ച പലതും എനിക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഉലച്ച ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അപകടം നിറച്ചത് കൊണ്ടാണ് ദൈവം അത് മാറ്റിക്കളഞ്ഞത് അല്ലേ? ചിലത് ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്നതിന് കാരണം അത് നമ്മുടെ കൂടെ ഇരുന്ന നമുക്ക് അപകടം വരുത്തും, നമുക്ക് കഷ്ടം വരുത്തും. അത് ദൈവം അറിയാവുന്നത് കൊണ്ടാണ് ദൈവം അത് മാറ്റിക്കളഞ്ഞത്. നമ്മൾ കൃപയിലേക്ക് വന്നപ്പോൾ നമുക്ക് ചില കൂട്ടുകെട്ടുകൾ വിട്ടുപോയി, ചില കൂട്ടുകാരുകൾ നമ്മൾ വന്നിട്ട് വിട്ടുപോയി. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അവരെ അറിയുന്നില്ല, എന്നാൽ നമ്മെ കുറിച്ച് അവര് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൽ ദൈവം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ നമ്മോടുകൂടെ നടന്നാൽ ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതം തകരുന്നത് കൊണ്ട് ദൈവത്താൽ തന്നെ ചില മാറ്റങ്ങൾ ദൈവം വരുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, ദൈവം നമ്മളെ നടത്തുന്ന വഴികളിൽ നമ്മൾ സന്തോഷിക്കുന്ന മനുഷ്യൻ മാത്രമേ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ വഴിയിൽ നമ്മൾ നടക്കുന്നതിൽ സന്തോഷമുണ്ടോ? നമ്മൾ അത് ഗ്രഹിക്കണം. കർത്താവിന്റെ വഴിയിൽ നമ്മൾ നടക്കുവാൻ സന്തോഷിക്കുന്നവരായി നമ്മൾ തീരണം. വായിച്ചാട്ടെ. ലോകവും അതിന്റെ മോഹവും ശ്രദ്ധിക്കണം. നാം ശ്രദ്ധിക്കണം. ശരിയായ സുവിശേഷം നമ്മൾ കേട്ടാൽ ഈ ലോകം വിധിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ അധിപതി വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നു. വെളിപ്പാട് ദിവസം വ്യക്തമായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നു. ഈ ലോകത്തിനായിട്ട് കരുതരുത്.
ഈ ലോകത്തിനായിട്ട് കരുതരുത്, നമ്മൾ ക്രിസ്തുവിനായിട്ട് കരുതണം, കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. അതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ അജണ്ട എന്ന് പറയുന്നത്. നമ്മൾ കർത്താവിനായിട്ട് കാത്തിരുന്ന് ദൈവമഹത്വം കാണണം എന്നുള്ള വലിയ പ്രോഗ്രാമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് അവിടെ വായിക്കുന്നത് എന്താണ്? ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, അടുത്തത് ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും. കണ്ടോ എന്താണ് എന്നേക്കും ഇരിക്കുന്നത്? എങ്ങനെയാണ്? അതായത് തേജസ്സുള്ള ശരീരം പ്രാപിച്ച് നിത്യതയുള്ള ശരീരം പ്രാപിച്ച് നമ്മൾ നിലനിൽക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുന്നു. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം നമ്മൾ വായിച്ച 3-ാം വാക്യവും 4-ാം വാക്യവും, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അടുത്തത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ഇവിടെ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1-ാം വാക്യം. ആമേൻ. വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇവിടെ ശ്രദ്ധിക്കണം, പൗലോസ് കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുക അല്ലെ. കൊരിന്ത് സഭ എല്ലാ വിധത്തിലും അധാർമിക മേഖലകളിൽ പ്രബലപ്പെട്ട് കിടക്കുന്ന ഒരു സഭയാണ് കൊരിന്ത് സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചരിത്രം നമുക്കറിയാവുന്ന ചരിത്രമാണ്. എന്താണ്? കൊരിന്തിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് അല്ലേ. അതായത് നിനസ്, മിനർവ അല്ലെങ്കിൽ ഡയാന എന്നറിയപ്പെടുന്ന ഒരു ദേവതയുടെ ക്ഷേത്രം എവിടെയുണ്ട്? ഈ പറയുന്ന കൊരിന്തിലുണ്ട്. അതുപോലെ തുറമുഖ പട്ടണമായിരിക്കുന്ന ഈ കൊരിന്തിലേക്ക് സകല കപ്പലുകളും വന്നു ചേരുന്നു. എല്ലാ സമ്പത്തും കൊരിന്തിലുണ്ട്. അപ്പോൾ തന്നെ ആ കൊരിന്തിലുള്ള ആ ആരാധന അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ക്ഷേത്രത്തിലേക്ക് ജനം കടന്നു ചെല്ലുന്നത് എങ്ങനെയാണ്? അവിടെ ആ ദേവതയെ ആരാധിക്കാനായിട്ട് കടന്നു ചെല്ലുക. അപ്പോൾ അവിടെ തന്നെ എന്തുണ്ട്? ദേവദാസിമാരുണ്ട്. എവിടെ? ആ പറയുന്ന ക്ഷേത്രത്തോട് ചേർന്ന് ദേവദാസിമാരുടെ വേശ്യാലയങ്ങളുണ്ട്. അവിടെ പോയി വേശ്യമാരുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കൊരിന്തിൽ ഇരിക്കുന്ന ദേവദാസിമാരുമായിട്ട് ഈ പറയുന്ന ബന്ധം പോലത്തെ ലൈംഗിക ബന്ധം പുലർത്തുന്ന ഒരു ചരിത്രം എവിടെയുണ്ട്? കൊരിന്തി കിടപ്പുണ്ട്. അപ്പോൾ ആ ദേവതയെ പ്രീതിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ ദേവദാസിമാരുമായിട്ട് ഇടപെടുന്നവരാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് എന്നുള്ള വിശ്വാസമാണ് എവിടെ കിടക്കുന്നത്? കൊരിന്തി കിടക്കുന്നത്. അപ്പോൾ കൊരിന്തിൽ ശക്തമായി സുവിശേഷം പ്രചരിച്ചു. അനേകർ യേശുക്രിസ്തുവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ദൈവകൃപയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ ദൈവകൃപയിൽ ഇരിക്കുന്ന ഈ ജനം തുടർന്ന് എന്ത് ചെയ്യുന്നത്? സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ പഴയ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ആമേൻ. ആ പഴയ സ്വഭാവം അവർ വിടാതെ അവർ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ സഭയ്ക്കകത്തും പലവിധമായ ദുർമാർഗത്തിൽ ഇരിക്കുന്നവർ, മാറ്റം വരാതെ സഭയ്ക്കകത്ത് ഇരിക്കുന്നത് പൗലോസ് കണ്ടപ്പോൾ ശക്തിയുക്തം അതിനെ എതിർക്കുന്ന പൗലോസിനെ കൊരിന്ത് സഭയിൽ ഒറ്റപ്പെടുത്തി. മനസ്സിലാക്കണം, സത്യം വിളിച്ചു പറയുന്നവൻ എന്നും ഒറ്റപ്പെട്ടേ കിടക്കത്തുള്ളൂ. അവൻ ഒറ്റപ്പെട്ടേ കിടക്കാൻ കഴിയത്തുള്ളൂ. കാര്യം സത്യമാണ് വിളിച്ചു പറയുന്നത്. കൊരിന്തിന്റെ സംസ്കാരത്തിന് വിരോധമായിട്ട് പൗലോസ് നിന്നു. പൗലോസിന്റെ ലേഖനം നിന്നു. ജനം അത് ഉൾക്കൊണ്ടില്ല. ജനം അപ്പോഴും പലവിധമായിട്ടുള്ള കുറ്റാരവങ്ങളിൽ മുഴുകിയിരുന്നു. തൊട്ടടുത്ത് എന്ത് ചെയ്തു? പൗലോസിന്റെ പൗലോസിന്റെ ശുശ്രൂഷയെ കുറിച്ചാണ് പിന്നീട് എല്ലാവരുടെയും ചോദ്യം. അവൻ അപ്പോസ്തലനാണോ ശുശ്രൂഷകനാണോ? ഇതിനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവനാണെങ്കിൽ ആരല്ല?
ശുശ്രൂഷകനല്ല. നമ്മളെ ദുഃഖിപ്പിക്കാനാണോ ഇങ്ങോട്ട് വരുന്നത്? ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷിക്കുന്ന കാര്യമല്ലേ പറയുന്നത്? ഇങ്ങനെ ദുഃഖിപ്പിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാവോ? ഞങ്ങൾ ഒന്ന് വ്യഭിചരിച്ചല്ലേ ഉള്ളൂ, ഒന്നും മദ്യപിച്ചല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മോഷണം നടത്തിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് 2 സാക്ഷ്യം പറഞ്ഞു പോകുന്ന ആ ഒരു തലത്തിലേക്ക് കൊരിന്ത് സഭ തകർന്നു എന്ന് മനസ്സിലാക്കണം. എന്നാൽ അവര് തകർന്നു എന്ന് മനസ്സിലായത് പൗലോസിനെ ഉള്ളൂ. കാര്യം അവിടെ കൃപാവരങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. കാര്യം അവിടെ ഭയങ്കര കൃപാവരമാണ്. മനസ്സിലാക്കണമേ, ഈ മറ്റൊരാത്മാവും മറ്റൊരു സുവിശേഷവും മറ്റൊരു യേശുവിനെയും പ്രസംഗിക്കാൻ അധാർമികത്തിൽ വീട് കിടക്കുന്ന ജനം അന്വേഷിക്കുന്നത് മറ്റൊരു യേശുവിനെയാണ്. അതായത് കൊരിന്തിന്റെ സംസ്കാരം വിടാതെ ഞങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു യേശുവിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൊരിന്തിന്റെ ചരിത്രം, കൊരിന്തിന്റെ ദുർമാർഗം വിടാതെ അതിനെയും കൂടെ ഉൾക്കൊണ്ടു പോകുന്ന ഒരു സുവിശേഷം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ആ യേശുവിൽ ഞങ്ങൾ വിശ്വസിച്ച് അവനായി കാത്തിരിക്കുന്നു. ഞങ്ങളെല്ലാം അഭിഷേകത്തിൽ നിറയപ്പെടുന്നു. ഞങ്ങളിൽ ഇരിക്കുന്ന അഭിഷേകം ഒരിക്കലും ഞങ്ങളുടെ പാപത്തെ വെളിപ്പെടുത്തുന്നില്ല, ഞങ്ങളുടെ ദുർമാർഗത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഒരു വിധത്തിൽ ഞങ്ങളുടെ മനസാക്ഷി ഒരിടത്തും ദുഃഖിച്ചിട്ടില്ല. മനസ്സിലാക്കണം, മറ്റൊരു അഭിഷേകത്തിന് കീഴിലിരുന്നാൽ ഇതൊന്നും നടക്കത്തില്ല. മറ്റൊരു അഭിഷേകം പലതും ചെയ്യും. ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ആ മറ്റൊരു അഭിഷേകം ഉള്ളിടത്തോളം അവൻ പാപം ചെയ്യും, വ്യഭിചാരം ചെയ്യും, എല്ലാ ദുർമാർഗവും ചെയ്യും, കൊലപാതകവും ചെയ്യും, മോഷണവും ചെയ്യും, തല്ലും ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അവൻ സ്തോത്രവും പറയും. മനസ്സിലാക്കണം, അത് മറ്റൊരു അഭിഷേകമാണ്, മറ്റൊരു ആത്മാവാണ്. പരിശുദ്ധാത്മാവാണെങ്കിൽ നീ പാപം ചെയ്യുവാനോ നീ വീഴുവാനോ തുടങ്ങുമ്പോൾ നിന്നെ ബോധ്യപ്പെടുത്ത നീ പോകുന്ന വഴി തെറ്റാണ്. അപ്പോൾ അങ്ങനെ ബോധ്യപ്പെടുത്താത്ത ആത്മാവാണ് അകത്തിരിക്കുന്നതെങ്കിൽ സൂക്ഷിക്കണം, അത് മറ്റൊരു അഭിഷേകമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാവുന്ന പൗലോസ് കൊരിന്ത്യരോട് സംസാരിക്കുന്നത് ഏത് ചരിത്രം എടുത്തു വെച്ചാന്നറിയാവോ? ഇസ്രായേലിന്റെ ചരിത്രം എടുത്തു വെച്ചാ. അതാ നമ്മൾ വായിച്ച അവിടെ വായിക്കുന്നത് എന്താ? 10:1 വായിക്കുന്ന എങ്ങനെയാണ്? 1 കൊരിന്ത്യർ 10:1, സഹോദരന്മാരെ കേൾക്കണേ, നമ്മുടെ പിതാക്കന്മാർ. അപ്പോൾ കൊരിന്തിന്റെ വിഷയം സംസാരിക്കാൻ പൗലോസ് എഴുന്നേറ്റിട്ട് കൊരിന്തിനെ കുറിച്ചല്ല പറഞ്ഞത്, പുറകിലുള്ള ഒരു ചരിത്രം എടുത്ത് പറയുന്നത്. കാര്യം മനസ്സിലാക്കണം, അനുസരണക്കേടിന്റെ ചരിത്രം പല രൂപത്തിൽ പല കാലഘട്ടത്തിൽ പലയിടത്ത് കിടപ്പുണ്ട്. ഒന്നും കൂടെ പറയാം, അനുസരണക്കേടിന്റെ ചരിത്രം പല കാലഘട്ടത്തിൽ പല രൂപത്തിൽ പലയിടത്തും കിടപ്പുണ്ട്. ഇന്ന് അനുസരണക്കേട് നടന്നാൽ അനുസരണക്കേടിന് എനിക്ക് ഇന്ന് നടക്കുന്ന അനുസരണക്കേടിനെ നേരിട്ട് അപ്രോച്ച് ചെയ്യണ്ട. പിന്നെയോ മുമ്പ് നടന്ന അനുസരണക്കേടിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് നടക്കുന്ന അനുസരണക്കേടിനുള്ള മറുപടിയാ. ആമേൻ. അപ്പോൾ അവിടെ വായിക്കുന്ന വാക്യം ശ്രദ്ധിക്കണം. പൗലോസ് കൊടുക്കുന്ന ശ്രദ്ധിക്കുക, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് ശ്രദ്ധിക്കണം. അവിടെ ചേർന്ന് ആരോടുകൂടിയാണ്? മോശയോട് കൂടെ ചേർന്നു. നമ്മൾ ഇന്ന് സ്നാനപ്പെട്ടത് ആരോടുകൂടിയാ? ക്രിസ്തുയേശുവിനോട് കൂടെ ചേരുവാൻ നമ്മൾ ഓരോരുത്തരും സ്നാനപ്പെട്ട് ക്രിസ്തുവോട് ചേർന്നിരിക്കുകയാണ്. അന്ന് മോശയോട് കൂടെ ചേർന്നു. നിങ്ങൾ ഇസ്രായേൽ ചരിത്രം വായിക്കുമ്പോ, പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ മോശെ ദൈവം നിയോഗിച്ച് മിസ്രയീമിലേക്ക് അയച്ചു. 430 വർഷക്കാലമുള്ള അടിമ ജീവിതത്തിൽ നിന്ന് ദൈവജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരിക. ഈ ജനം പുറപ്പെട്ടു വരുമ്പോൾ ആദ്യം ഫറവോനെയും അവന്റെ സൈന്യത്തെയും അവനുള്ള സകലത്തെയും ബാധകളാലും ദണ്ഡനങ്ങളാലും ദൈവം അവരെ സംഹരിച്ച് അവസാനമായി സ്വത്രം മനസ്സിലാക്കണം, ചെങ്കടലിൽ വെച്ച് സൈന്യത്തെ, മിസ്രയീമിന്റെ സൈന്യത്തെ കംപ്ലീറ്റ് അവിടെ തള്ളിയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് മിരിയാം ഉൾപ്പെടെയുള്ള സ്വത്രം മോശയുടെ സഹോദരി ഉൾപ്പെടെ പലരും ദൈവത്തെ തപ്പെടുത്ത് ആരാധിച്ച് മരുഭൂമിയിലേക്ക് കയറി. പക്ഷേ വീണ്ടും 40 വർഷക്കാലം മരുഭൂമി കൂടെ ചുറ്റി നടന്നു. നമ്മൾ ഈ ചരിത്രം വായിക്കുന്നത് എന്താണ്? നമുക്ക് ഈ ദൈവത്തെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ പൗലോസ് ഈ മിസ്രൈമിലെ ചരിത്രവും ഇസ്രായേലിന്റെ ചരിത്രവും പുതിയ നിയമസഭയായ നമ്മളോട് പറയുന്നത്? എന്തിനാ പറയുന്നത്? എന്തിനാണ് ആ ചരിത്രം നമ്മളോട് പറയുന്നത്? നിങ്ങൾ കൊരിന്ത് എന്ന് പറയുന്നത് യഹൂദന്മാരല്ല ആണോ? അല്ല, ഏഷ്യ മൈനറിലെ ഒരു ദ്വീപ. അവിടെയുള്ള കൊരിന്ത് എന്ന പ്രദേശത്തിലുള്ളവർ ആരും തന്നെ യഹൂദന്മാരല്ല. എന്നാൽ അവിടെ ഇരിക്കുന്ന യഹൂദന്മാർ അവിടെ ഉണ്ട്.
അയക്കപ്പെട്ടവരുണ്ട്. പക്ഷേ ബഹുജാതി, അവിടെ മനസ്സിലാക്കണം, പക്ക ജാതീയ ജീവിതത്തിൽ കീഴിലിരുന്നവരാണ്. അവരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരുന്ന സ്വന്തം കൃപയിലേക്ക് വന്നവര് സ്വന്തം അവരോട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ എന്തിനാണ് ഇസ്രായേലിന്റെ പൂർവ്വ ചരിത്രത്തെ കുറിച്ച് പറയുന്നത്? മനസ്സിലാക്കണം, ദൈവം ഒരുവനേ ഉള്ളൂ. അവിടെ ഒരു ദൈവം, ഇവിടെ ഒരു ദൈവം, കൊരിന്ത്യരോടൊരു ദൈവം, അല്ല കേരളത്തിൽ വരുമ്പോൾ ഒരു ദൈവം, അങ്ങനെ ഒരു പരിപാടിയില്ല. ഒരു ദൈവമേ ഉള്ളൂ നമുക്ക്. ആ ദൈവത്തിന് ഒരു സ്വഭാവമേ ഉള്ളൂ, ഒരു തീരുമാനമേ ഉള്ളൂ, ഒരു വ്യവസ്ഥയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ദൈവത്തിന്റെ വ്യവസ്ഥകൾ, തീരുമാനങ്ങൾ, വഴികൾ അറിയണം. എങ്കിലേ നമുക്ക് ഈ ദൈവത്തെ സേവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വായിച്ചേ, ആ ഭാഗം വായിച്ചേ. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഞാൻ വീണ്ടും പറയുന്നു, മോശയോട് കൂടെ ചേർന്നതുപോലെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്നു. ഇന്നും മരുഭൂമിയിലേക്ക് കയറുന്ന ആരംഭ ദശയൊക്കെ സുഖവാ, സന്തോഷവാ, ഭയങ്കര പ്രത്യാശയാ. പക്ഷേ കുറച്ചങ്ങ് നടന്നങ്ങ് നീങ്ങുമ്പോൾ മനസ്സിലാക്കണം, മണലിലൂടെ, ചുട്ടുപഴുത്ത മണലിലൂടെ നടക്കുമ്പോൾ, അവർക്കുള്ള തലമുറയും പിടിച്ച് നടക്കുമ്പോൾ, യഥാർത്ഥ മിസ്രൈബ് പുറത്തു വരുന്ന അപ്പോഴാ. യഥാർത്ഥ പാപം വെളിപ്പെടുന്നത് അപ്പോഴാ. നമ്മൾ മനസ്സിലാക്കണം, അതുവരെ സുഖമായിരുന്നു. ദൈവം മുമ്പേ ഉണ്ട്, എല്ലാത്തിലും തകർത്ത് എറിഞ്ഞ് നമ്മളെ പുറപ്പെടുവിച്ചു കൊണ്ടുവരാൻ നേരത്ത് എല്ലാവരും പ്രാർത്ഥിക്കും, സ്തോത്രം പറയും, ആരാധിക്കും, എല്ലാം ചെയ്യും. പക്ഷെ മണ്ണിലൂടെ നടന്ന് തലമുറയും വലിച്ചു വാഗ്ദത്ത നാട്ടിലേക്ക് നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ നടത്തുന്ന ദൈവത്തെ സംശയം തുടങ്ങും, എതിർപ്പ് തുടങ്ങും, അല്ലെങ്കിൽ പിറുപിറുക്കാൻ തുടങ്ങും. ഈ ദൈവം തന്നെയാണോ നടക്കുന്നത്? ഒത്തിരി ചോദ്യങ്ങൾ എഴുന്നേൽക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? കാല് പഴുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ചോദ്യങ്ങൾ തുടങ്ങുന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ ചരിത്രം എന്താ എഴുതി വെച്ചിരിക്കുന്നത്? വായിച്ചേ. എല്ലാവരും സമുദ്രത്തിൽ കടന്ന് മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. മൂന്നാം വാക്യം മുതൽ ശ്രദ്ധിക്കണം, നമ്മളെല്ലാം ആത്മാവിൽ ആരാധിച്ച് അഭിഷേകം പ്രാപിച്ചവരാണ്. നമ്മളിരിക്കുന്ന അഭിഷേകം നമ്മെ നടത്തുന്നുണ്ടെങ്കിൽ, കഷ്ടതയും കണ്ണുനീരിന്റെയും നടുവിൽ നമുക്ക് ബലം നൽകുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടോ? ഇത് അനുഭവിക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെടുവാൻ യോർദാൻ വിട്ടപ്പോൾ, അല്ലേ? യോർദാൻ വിട്ടപ്പോൾ അവനെ 40 ദിവസം സാത്താൻ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഒത്തിരി വചനം കയറി വരുന്നുണ്ട്. ആമേൻ. നമുക്ക് അവിടെ ആ ഭാഗം ഒന്ന് എടുത്ത്, അതിന് ലൂക്കോസ് എടുത്ത, മത്തായി എടുക്കണ്ട, ലൂക്കോസിന്റെ അകത്ത് അതിന്റെ ലൂക്കോസ് സുവിശേഷം, ഹല്ലേലൂയ, അതിന് 4-ാം അധ്യായം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ അകത്തോ മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ, അതിന്റെ അവസാനത്തെ പരീക്ഷയിലേക്ക് വരാം. അതിന്റെ 8 മുതൽ 8, 9, 10 ഒന്ന് വായിച്ചേ. 8, 9, 10, 11 ഞാൻ വായിക്കാം. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി. മത്തായി സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യമാണ് വായിക്കുന്നത്. സ്തോത്രം. കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. അടുത്തത്, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. അടുത്തത്, യേശു അവനോട്, വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അടുത്തത്, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ശ്രദ്ധിക്കണം, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ആ പദം ശ്രദ്ധിച്ചോ? സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട കർത്താവ്
സാത്താനിൽ പരീക്ഷ ഏൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ക്രിസ്തുവിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പിതാവ് അങ്ങനെ കൽപ്പിച്ചു. അവൻ പരീക്ഷയിൽ തികഞ്ഞവനായി തീരണം. ദൂതന്മാരുടെ കാവലോ കരുതലോ സ്വന്തം ശുശ്രൂഷയോ അനുഭവിക്കാതെ സാത്താനെ നേരിട്ട് പരീക്ഷിച്ച് അവന്റെ പരീക്ഷകളെ ജയിക്കണമായിരുന്നു പുത്രനാകുന്ന യേശു ക്രിസ്തു. നമ്മൾ വായിക്കുന്ന കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ സാത്താന്റെ പരീക്ഷകളെല്ലാം ജയിച്ചവനാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്നെങ്ങനെയാണ് നാം പരീക്ഷിക്കപ്പെടുന്നത്. നമ്മൾ പലവിധ മോഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വന്ന് അതാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോഴും നമ്മൾ കർത്താവിന്റെ കരത്തിലാണ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ദൂതൻ കൂടെയും മാറി നിന്നു. പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന്റെ ദൂതന്മാർ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന്, അവിടെ വായിക്കുന്ന അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. അല്ലേ? ഇവിടെ ഇല്ലാത്തൊരു കാര്യം എന്റെ മനസ്സിൽ വരുന്നൊരു കാര്യം പറയാം. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും എന്റെ മനസ്സിൽ വരുന്നൊരു കാര്യമാ. ദൂതന്മാർ എന്തിനാ വരുന്നേ? ഇനി പറ അമ്മി പറ. ദൂതന്മാർ എവിടെയൊക്കെ വന്നിട്ടുണ്ട്? ഒത്തിരി അടുത്ത് വന്നിട്ടുണ്ട്. ദൂതന്മാർ ഇറങ്ങി വന്ന ഇടം എവിടെയൊക്കെയാ? നമുക്ക് ഏലിയാവിന്റെ ചരിത്രം അറിയാം, അബ്രഹാമിന്റെ ചരിത്രം അറിയാം, പലയിടത്തും അറിയാം. ഏലിയാവിന്റെ ചരിത്രം നോക്കാം. ഏലിയാവിന്റെ ചരിത്രത്തിൽ എന്നാ സംഭവിച്ചേ? ദൂതന്മാർ ഇറങ്ങി വന്നത് എങ്ങനെയാ? എവിടെ വെച്ചാ? ഏലിയാവ് മരിക്കാൻ വേണ്ടി കിടന്നു, അല്ലേ? അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നപ്പോ എന്ത് സംഭവിച്ചു? പറഞ്ഞോ ഭക്ഷണം, അതായത് അപ്പവും വെള്ളവുമായിട്ടാ വന്നേ, അല്ലേ? അവിടെ വന്ന് ഏലിയാവിന് കൊടുത്തു. അതെടുത്ത് ഭക്ഷിച്ചു, വീണ്ടും കിടന്നുറങ്ങി. വീണ്ടും എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഭക്ഷിച്ച് വീണ്ടും ബലപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, നിനക്ക് ദീർഘ യാത്ര ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കർത്താവിന്റെ വിശപ്പ് പോയോ? ബൈബിളിലില്ല. ദൂതന്മാര് വരുന്നത് എന്തിനാ? ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞാൽ എന്നാ ശുശ്രൂഷിക്കുന്നത്? വേർപ്പ് ഉറച്ചു നോക്കാൻ വന്നോ? അതെയോ തുണി ഇറക്കി കൊടുക്കാൻ വന്നോ? എന്തിനാ വന്നേ? എന്നാ അവിടെ ശുശ്രൂഷിച്ചത്? എൻ്റെ ഒരു അഭിപ്രായം ബൈബിളിലില്ല. അവിടെ വിശപ്പ് മാറ്റേണ്ട കർത്താവിന്റെ വിശപ്പ് മാറ്റി. കേട്ടിട്ടില്ലല്ലേ? എന്താ ശുശ്രൂഷിച്ചേ? എന്നതാ അവിടെ നടന്ന ശുശ്രൂഷ? ഏലിയാവിനെ ശുശ്രൂഷിച്ചു. ഏലിയാവിനെ എങ്ങനെ ശുശ്രൂഷിച്ച്? കാറ്റ് വീശി കൊടുത്തോ? വിശറിയുണ്ട്. പിന്നെ എന്നാ? നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അല്ലേ? എന്താ ചിന്തിക്കുന്നത്? ഭക്ഷണം കൊടുത്തു, അല്ലേ? ഞാൻ എൻ്റെ ഒരു ആശയം, കാരണം എന്നാണെന്നറിയോ? മോശയുടെ ചരിത്രത്തെക്കുറിച്ച് ആരംഭ ദിശ മോശയെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിലുണ്ട്. ഏലിയാവിന്റെ ആരംഭ ചരിത്രം പുസ്തകത്തിലില്ല. മോശയുടെ അവസാന ചരിത്രം എവിടെയില്ല? പുറപ്പാടിൻ്റെ അകത്തില്ല. ദൂതന്മാർ അവനെ അടക്കിയെന്നാ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഏലിയാവിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന രംഗം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ പദ്ധതിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കോണ്ടസ്റ്റിൽ നിന്ന് ഒത്തിരി മാറിപ്പോയി. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ദൈവം ഹാളിലെ പരീക്ഷകളെ അനുവദിക്കുമ്പോൾ നമ്മുടെ താങ്ങുകൾ ദൈവം തൽക്കാലം മാറ്റിക്കളയും. നമ്മൾ താങ്ങുകളില്ലാതെ ആദ്യം നിന്നേ മതിയാകത്തുള്ളൂ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ. നമുക്ക് വേഗം നിർത്താം. നമുക്ക് ആ വായിച്ച കൊരിന്ത്യർക്കെഴുതിയ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാം. അവിടെ വായിക്കുമ്പോൾ അതിന് 10:4 മുതൽ വായിക്കുമ്പോൾ എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്. അടുത്തത് ആ പാറ ക്രിസ്തു ആയിരുന്നു. അടുത്തത് ഞാനൊരു കാര്യം പറയട്ടെ, മോശയോട് കൂടെ ഇസ്രായേൽ മക്കൾ ചേർന്നു. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നമ്മൾ ചേർന്നു. നമുക്കും അവർക്കും എല്ലാം കോമൺ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങിയാടുന്നുണ്ട്. എന്നതാ? അവിടെ വായിക്കുന്ന എന്താണ്? അവരിൽ മിക്ക പേരിലും അതെന്നാണ് അങ്ങനെ സംഭവിച്ചേ? ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ എന്നാ പറ്റും? അവര് മരുഭൂമിയിൽ ചത്തൊടുങ്ങുന്നത് വരെയും ചുറ്റിച്ച് നടത്തി. ഒരേ പ്രശ്നം വീണ്ടും ആവർത്തിക്കുക. ഒരേ വഴികൾ തന്നെയും പിന്നെയും മുമ്പിൽ വരിക. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ശ്രദ്ധിക്കണം, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്തത് ശ്രദ്ധിക്കണം, എങ്ങനെ മരുഭൂമിയിൽ ആരാ തള്ളിയത്? ദൂതനാണോ? അപ്പൊ അതെന്തിനാ എന്നോട് പറയുന്നേ?
ഞാൻ കേട്ടിട്ടുള്ളത് മറ്റൊരു യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച നീ എവിടെ കിടന്നാലും, നീ എങ്ങനെ കിടന്നാലും, നീ ആരോട് കൂടെ കിടന്നാലും, ഏതൊക്കെ അവസ്ഥയായിരുന്നാലും നിന്നെ നടത്തുന്ന ഒരുവനുണ്ട്. ഇത് കേട്ടോ, തള്ളിയിട്ട് അത് പറഞ്ഞാലോ തള്ളിയിട്ട് ആരെ തള്ളിയേ? മോശയാണോ തള്ളിയേ? അല്ല, കർത്താവ് തന്നെ തള്ളിയിട്ട് കളഞ്ഞു. സ്തോത്രം. യോശുവയുടെ പുസ്തകം, ഹല്ലേലൂയ, എടുത്തോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം. അതിൻ്റെ യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 5:2 മുതൽ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യം വായിച്ചേ. ഞാനൊരു കാര്യം പറയാം. ഇസ്രായേൽ മക്കൾക്ക് ബാധകമായിരുന്ന കാര്യം ദൈവസഭയോട് പൗലോസ് പറഞ്ഞെങ്കിൽ അതേ ഇസ്രായേൽ ചരിത്രത്തിൽ കിടക്കുന്ന വിഷയം ഇന്നും നമുക്ക് ബാധകമാണ്. ഏത് വിഷയത്തിലാ? അത് അവിടുത്തെ യാഗങ്ങളും കാര്യങ്ങളും അർപ്പിക്കാനല്ല. ദൈവത്തിന്റെ നിലപാട് അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത്. വായിച്ചേ. അക്കാലത്ത് തീക്കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു. യോശുവ തീക്കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ അഗ്രചർമ്മി വെച്ചു പരിച്ഛേദന ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കണം, അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അക്കാലത്ത് യഹോവ യോശുവയോട് തീക്കല്ല് കൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു. തീക്കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ അഗ്രചർമ്മി പരിച്ഛേദന ചെയ്തു. യോശുവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണമോ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കളെല്ലാവരും മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടു പോന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. ശ്രദ്ധിക്കണം, യോശുവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണമോ? അപ്പൊ എന്നാ ഈ പരിച്ഛേദന കാരണം എന്നാ? ഈ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ എന്നാ പരിച്ഛേദന ഇപ്പൊ വായിക്കാം. അത് നമുക്ക് അന്ന് വായിച്ചിട്ട് നമുക്ക് വായിക്കാം. അപ്പൊ നമുക്കൊരു കറക്ഷൻ കിട്ടുമല്ലോ. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 28-29 വാക്യം ഒന്ന് വായിച്ചേ. മറ്റാരെങ്കിലും വായിച്ചാലും മതി കേട്ടോ, മൈക്കിൽ കൂടെ വായിക്കണം. റോമാലേഖനം 2:28-29 അപ്പുറത്ത് യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കണം. 2:28. പുറമേ യഹൂദനല്ല. അടുത്തത് ശ്രദ്ധിച്ചേ, പുറമേ ജഡത്തിലുള്ളത്. ശ്രദ്ധിക്കണം, പുതിയ നിയമ സഭയോട് ആത്മീകമായ പ്രമാണം പ്രാപിച്ച നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പുറമേ ശരീരത്തിൽ പരിച്ഛേദന ചെയ്താൽ, അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യപ്പെട്ടത് വെച്ചാൽ അത് പരിച്ഛേദന അല്ലെന്ന്. കാര്യം ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യം യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അങ്ങനെയല്ല വചനം പറയുന്നേ. അപ്പൊ ആത്മാവിന്റെ ശുശ്രൂഷ ക്രിസ്തു മുഖാന്തരം നമ്മൾ പ്രാപിച്ചു. അതിനു മുമ്പ് സ്വന്തം ന്യായപ്രമാണം മോശ കൽപ്പനകളിൽ വഹിച്ചുകൊണ്ട് വന്നപ്പോൾ അതിനിന്ന് സ്ഥാനമില്ല. കാരണം ദേഹമെന്ന തിരശീല ക്രിസ്തുവിന്റെ ശരീരമെന്ന തിരശീല കീറി നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് പുതുവഴി ആത്മീകമായി ഒരുക്കിയവന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവസഭയോട് പൗലോസ് പറയുന്നു, പുറമേയുള്ള പരിച്ഛേദന എന്തല്ല. ആകെ അവിടെ വായിക്കുന്നെന്താ? വായിച്ചേ അവിടെ വായിക്കുന്നെന്താ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല. അടുത്തത് പുറമേ ജഡത്തിലുള്ളത് അപ്പൊ യഹൂദന്മാരുമുണ്ട്, പരിച്ഛേദനയുമുണ്ട്. ഇതിൽ ഉറ്റിരിക്കുന്നവർക്ക് മനസ്സിലാക്കണം, പുറമേ കാഴ്ചപ്പുറത്തുള്ളതൊക്കെയും മാറ്റിക്കളഞ്ഞൊരു പ്രമാണമാണ് ക്രിസ്തു മുഖാന്തരം ദൈവസഭയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുറമേ കാണുന്ന അതും ഇതും പറഞ്ഞുകൊണ്ട് നമ്മളെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ആത്മാവുള്ളവൻ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. വായിച്ചേ.
ആ വാക്യം തന്നെ. ആ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, പരിച്ഛേദനയുമല്ല. അടുത്തത്, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. എങ്ങനെ അകമേ യഹൂദനായവനത്രേ? അത് ആരാന്നും കൂടെ പറയുന്നുണ്ട്. അടുത്തത്, അതും അവിടെ നിൽക്കട്ടെ. അടുത്ത് വായിക്ക്. അക്ഷരത്തിലല്ല, അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. ശ്രദ്ധിക്കണം, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, അത് നമ്മൾ കേട്ട വചനത്താലാണ് നമുക്ക് ആ പരിച്ഛേദന ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയ പരിച്ഛേദന, ഹൃദയത്തിൽ മാനസാന്തരം വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അശുദ്ധികൾ നീക്കുവാൻ തക്കവണ്ണം കുഞ്ഞാടിന്റെ രക്തം അതിനൊക്കെയും ജയം പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹൃദയ പരിച്ഛേദനയാണ് പരിച്ഛേദന. അങ്ങനെയാണെങ്കിൽ ഹൃദയ പരിച്ഛേദന ഇല്ലാതെ സ്വന്തം പുറപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അംഗചർമ്മത്തിൽ ഇരിക്കുന്ന അല്ല പരിച്ഛേദന പുറമേയുള്ള പരിച്ഛേദനയിൽ ആശ്രയിച്ചിരുന്ന ഇസ്രായേൽ മക്കളുടെ ചരിത്രം വായിച്ചാൽ മനസ്സിലാകും. അവിടെ ദൈവം എന്താ ചെയ്തത്, അത് ഇന്നും ചെയ്യുന്നുണ്ട് ദൈവം. വായിച്ചേ, ഭാഗം വായിച്ചേ. യോശുവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണമോ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നമ്മൾ മിസ്രൈമിൽ നിന്ന് പാപത്തിന്റെ മിസ്രൈമിൽ നിന്ന് നമ്മുടെ പഴയ സൃഷ്ടിയിൽ നമ്മൾ പുറപ്പെട്ടു വന്നു, അല്ലേ? അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് കർത്താവിന്റെ കൃപയാൽ വന്നു. നമ്മൾ ക്രിസ്തുവേശ്വര ചേരുന്ന സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഹൃദയ പരിച്ഛേദനയാ വേണ്ട. നമ്മൾ കേൾക്കുന്ന വചനം നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നില്ലെങ്കിൽ അത് കേൾക്കരുത്. അത് മറ്റൊരു സുവിശേഷമാണ്, മറ്റൊരു ആത്മാവിനാലാണ്, മറ്റൊരു അഭിഷേകമാണ് അതിന് പിന്നിൽ വ്യാപരിക്കുന്നത്. ഈ വചനം ശ്രദ്ധിച്ചേ, അവിടെ വായിക്കുന്നതെന്ന് പറഞ്ഞേ. വായിച്ചേ. പുറപ്പെട്ടു പോകുന്ന ജനത്തിനെല്ലാം പരിച്ഛേദന കഴിഞ്ഞിരുന്നു. എങ്കിലും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം എത്രാം വാക്യം വായിക്കുന്നേ? 4 വായിച്ചേ. യോശുവ പരിച്ഛേദന ചെയ്ത കാരണമോ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കളായവരും എല്ലാവരും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. അതായത് യോശുവ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. ഈ യോദ്ധാക്കളായവരൊക്കെ അനുസരിച്ചില്ല ദൈവത്തെ. യോദ്ധാക്കൾ അവരുടെ മക്കളെയാണ് ഇപ്പൊ പരിച്ഛേദന ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. സുവിശേഷം പ്രചരിച്ച് അതിന്റെ ഫലം പുറപ്പെടുവിക്കേണ്ട കുടുംബങ്ങൾ 2ഉം 3ഉം തലമുറ പെന്തക്കോസിലായിട്ടും ദൈവനാമത്തിന് വേണ്ടി നിന്നില്ലെങ്കിൽ യോദ്ധാക്കളൊക്കെ പട്ടുപോകും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിന്ന് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പുതിയ തലമുറ മാനസാന്തരം വന്ന് ഹൃദയ പരിച്ഛേദനയ്ക്കായിട്ട്, ആത്മാവിന്റെ ഹൃദയ പരിച്ഛേദനയ്ക്കായിട്ട് ഒരുക്കപ്പെട്ടാൽ പല കുടുംബങ്ങളുടെയും നടുവിൽ കിടക്കുന്ന ചില ശാപബന്ധനങ്ങൾ പോകത്തുള്ളൂ. ചിലർ കാണിക്കുന്നതെന്നാണെന്നറിയാവോ? ഞാൻ പറയാൻ കാര്യമില്ലെന്ന്. സ്നാനപ്പെട്ടു എന്നുള്ള ഒറ്റ കണ്ടീഷൻ വെച്ച് എല്ലാം പ്രവർത്തിച്ചിട്ട് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് നിൽക്കുകയാ. അവരെ ദൈവത്തിന്റെ വചനം വിളിക്കുന്ന പേരാ യോദ്ധാക്കൾ. പെന്തക്കോസിലുണ്ട് യോദ്ധാക്കൾ ഒത്തിരി എണ്ണം. വായിച്ചോ. പുറപ്പെട്ടു പോകുന്ന ജനത്തിനെല്ലാം പരിച്ഛേദന കഴിഞ്ഞിരുന്നു. എങ്കിലും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും പരിച്ഛേദന ചെയ്തിരുന്നില്ല. ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളായി ജനിച്ചവർ അവരാരും ഇത് അറിഞ്ഞില്ല, അവരറിയാതിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഇത് മനസ്സിലായില്ല. അടുത്ത് വായിച്ചേ. യഹോവയുടെ വാക്ക് മുറിക്കല്ലേ. യഹോവയുടെ വാക്ക് അനുസരിക്കായിക കൊണ്ട് ആ പദം കേട്ടോ, മരിച്ച് ഒടുങ്ങും വരെ. ശ്രദ്ധിക്കണേ. അപ്പൊ അതായത് ഇവരെ ദൈവത്തിന് വേണ്ടെന്ന് അനുസരണക്കേട് കാണിച്ച് അവര് ചത്ത് തീരുന്നത് വരെയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, ഫലം പുറപ്പെടുവിക്കേണ്ടവൻ തക്ക കാലത്ത് ഫലം പുറപ്പെടുവിക്കായാൽ അത് ചത്തൊടുങ്ങും വരെയും ദൈവം വെയിറ്റ് ചെയ്യും. ഇന്നിത് പ്രസംഗിക്കാനോ ഇതാർക്ക് കേൾക്കാനോ മനസ്സില്ല. മറ്റൊരു യേശുവിനെ കേട്ടാ മതി. അത് ശിക്ഷ അനുഭവിക്കാൻ പോകില്ല. വായിച്ചേ. മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ
സഞ്ചരിക്കേണ്ടി വന്നു. അടുത്തത് നമുക്ക് തരുമെന്ന് ആ യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ആ ദേശമായി, ആ പാലും തേനും ഒഴുകുന്ന ദേശം ആ അവരെ കാണിക്കുകയില്ല എന്ന് യഹോവ അവരോട് സത്യം ചെയ്തു. ശ്രദ്ധിക്കണം, തരുമെന്ന് പറഞ്ഞത് തരത്തില്ലെന്ന് പറയുക. മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്താ കാര്യം? അപ്പോ ദൈവം പ്രസാദിച്ചില്ലേ അക്കരെ നാട്ടിൽ പോവില്ല. ഓരോ കുടുംബങ്ങളെ എടുത്തു വെക്കണം, ദൈവപ്രസാദം ഉണ്ടോ? ഓരോ വ്യക്തികളെ എടുത്തു വെക്കണം, ദൈവപ്രസാദം ഉണ്ടോ? ദൈവപ്രസാദമില്ലാതെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അടുത്ത് ശ്രദ്ധിക്കണേ, തലമുറയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടെ ശ്രദ്ധിക്കണം. അത് യോശുവോടെ പറയുന്നു. തുറന്നു വായിച്ച് 2-3 വാക്ക് താഴ്ച. പരിച്ഛേദന ഏക്കാത്ത ഒരു പഴയ തലമുറയ്ക്ക് പകരം ദൈവം പുതിയൊരു തലമുറ എഴുന്നേൽപ്പിക്കുക. എന്താ കാരണവന്മാരെന്നാ ചെയ്തേ? അവര് യോദ്ധാക്കളായിരുന്നു, പരിച്ഛേദന ഏൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല, അനുസരണയില്ലാത്തവരായിരുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരോട് ആലോചന ഒന്നും പറഞ്ഞില്ല. അവര് തീരട്ടെ, അവര് ചത്ത് തീർന്നിട്ട് പുതിയത് തുടങ്ങാം. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം കണ്ടോ? നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം കണ്ടോ? ഇത് മറ്റൊരു വിഷയമല്ല. ദൈവവചനം വെളിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിന്റെ സ്വഭാവമാണ്. ചില കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അവിടെ അനർത്ഥം കടന്നു വരുന്നുണ്ട്. ഒരു ഭാഗം കൊണ്ട് എടുക്കണമെന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ശൗലിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന, ഇത് പറയുമ്പോൾ ശക്തമായിട്ട് കയറി വന്ന്, ശൗലിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന വിഷയം കിടപ്പുണ്ട്. എന്താണെന്നറിയാവോ? ശൗലിന്റെ അവസാന സമയം, ശൗല് മരിക്കാറായിരിക്കുക. എങ്ങനെയാണെന്നറിയാവോ? അവനൊരു അപകട സ്വർഗത്തിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ശൗലിന്റെ ചരിത്രത്തിൽ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു. സ്തോത്രം. അങ്ങനെ ശൗല് തകർക്കപ്പെടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ നോക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്വന്തം 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 സ്വന്തം. 28 അധ്യായം, 1 ശമൂവേൽ 28 അധ്യായം. ഹല്ലേലൂയ, സ്വന്തം. ഇവിടെ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തോടുകൂടി ശൗലിന്റെ മേലിരുന്ന ദൈവത്തിന്റെ ആത്മാവെന്ന് മാറി മറ്റൊരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. മറ്റൊരാത്മാവിനാണ് പിന്നീട് ആര് നടക്കുന്നത്? അത് കണ്ടിട്ടില്ലേ? ആ ഭാഗം കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. അവിടെ സ്തോത്രം, സ്തോത്രം. 16-ാം അധ്യായം അതിന്റെ 13-14 വാക്യം. 1 ശമൂവേൽ 16-ാം അധ്യായം 13-14 വാക്യം വായിച്ചതിന് ശേഷം നമുക്ക് 28-ാം വാക്യം വായിക്കാം. 16-ന്റെ 13-14 വായിക്കാം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. അടുത്ത 14-ാം വാക്യം ശ്രദ്ധിക്കണം. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. അടുത്തത്, യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ശ്രദ്ധിക്കണം. തള്ളപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നറിയോ? തള്ളിയാൽ ആ തള്ളപ്പെട്ട വ്യക്തിയെ പിന്നെ നടത്താൻ ദുരാത്മാവിനെ നിയോഗിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ ഇത് നമുക്ക് വല്ലതും ബാധകമാണോ? നമുക്കിത് നല്ല ബാധകം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒത്തിരി ആഴമുള്ള വിഷയമാണ്. ഞാൻ ഇതിന് പുതിയ നിയമത്തിൽ നമുക്ക് ലേഖനത്തിൽ ഇതിന് വാക്യമുണ്ടോ? നമ്മുടെ ഫേവറേറ്റ് വാക്യം എടുത്തോ, തെസലോനിക്ക ലേഖനം. തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം. പുതിയ നിയമസഭയ്ക്ക് ഇച്ചിരി വ്യക്തമായിട്ട് കാര്യമുണ്ട്. അങ്ങനെ ദൈവം ചെയ്യുന്നവനാണോ? തീർച്ചയായിട്ടും ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. തെസലോനിക്ക ലേഖനം 2 തെസലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 9 മുതൽ നമുക്കൊന്ന് വായിക്കാം. അധർമ്മത്തിന്റെ പ്രത്യക്ഷത, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ
ആയിരിക്കും. 10ഉം 11ഉം വാക്യം ശ്രദ്ധിച്ചോണേ. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികൾ തന്നെ അങ്ങനെ ഭവിക്കും. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടത്. അതായത് ശൗലിനോട് പറയുക, സ്വന്തം ദൈവത്തിന്റെ വഴികളെ തള്ളിയിട്ട് വ്യാജത്തിന്റെ വഴിയിൽ ആഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത ശൗലിനോട് പറയുന്ന, അതിൽ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ശൗലിനും ന്യായവിധി വരേണ്ടത്. എന്ത് സംഭവിക്കണം എന്നറിയാമോ? ദൈവം അവർക്ക് പോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഇത് എവിടെയാ പറഞ്ഞേക്കുന്നേ? ഇത് ആരോടാ പറഞ്ഞിരിക്കുന്നത്? ദൈവസഭയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എങ്ങനെ? സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ എന്ത് സംഭവിക്കും? ദൈവം തന്നെ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുകയാണ്. ആ ശക്തി അവനിൽ കയറിയാൽ അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇത് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവന്മാർ പ്രസംഗിക്കില്ല, ഇത് പറയില്ല. കാര്യം അവർ ഈ ആത്മാവിലാ നടക്കുന്നതെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. കാര്യം ദൈവത്തിന്റെ ആത്മാവ് സകലത്തെ വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. മനസ്സിലായോ? ഈ സത്യം മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ശൗല് തള്ളപ്പെട്ടു. ദൈവത്തിൽ നിന്നൊരു ദുരാത്മാവ് ആരുടെ മേൽ വന്നു? ശൗലിന്റെ മേൽ വന്നു. മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് ദാവീദിന്റെ മേൽ നിലനിൽക്കുകയാണ്. ദാവീദ് ദൈവത്തിന്റെ കാര്യപദ്ധതി അനുസരിച്ച് സ്റ്റെപ്പുകളെ വെച്ച് മുന്നോട്ട് പോവുക. അത് സംഭവിക്കുമ്പോൾ താൻ കഷ്ടം നേരിടുന്നു. എന്നാൽ ഈ മറ്റൊരാത്മാവ് കയറിയ ശൗലിന്റെ അവസാനം ശ്രദ്ധിക്കണം, എവിടം വരെ എത്തിയെന്ന്. 28ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ ആരില്ലെന്നറിയാവോ? മനസ്സിലാക്കണം. ശമൂവേൽ പ്രവാചകനില്ല, മരിച്ചുപോയി. കാര്യം തൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി കേട്ടോണ്ടിരുന്നത് ശമൂവേൽ പ്രവാചകന്റെ അടുക്കൽ നിന്നായിരുന്നു. ഇവിടെ ശമൂവേൽ പ്രവാചകൻ അവിടെ മരണപ്പെട്ടത് കൊണ്ട് തൻ്റെ പ്രശ്നത്തിന് പരിഹാരമില്ല. 28ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 28ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അതിന്റെ 8ാം വാക്യം ഒന്ന് വായിച്ചേ, അല്ലെ 7 മുതൽ വായിച്ചോ. 28ന്റെ 7 മുതൽ. അപ്പോൾ ചെന്ന് പറഞ്ഞു. പറഞ്ഞു. എത്തി. പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണം എന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ ഇത് വായിക്കണമെങ്കിൽ നമുക്ക് സംശയം മാറി വായിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം എന്ന് പറഞ്ഞു. അടുത്തത് ശ്രദ്ധിക്കും. ചെയ്തിട്ടുള്ള ദേശത്ത് നിന്ന് ഛേദിച്ചു കളഞ്ഞത് തന്നെ നീ അറിയുന്നുവല്ലോ. എന്നെ കൊല്ലിക്കുവാൻ നീ എന്റെ ജീവനും കൊണ്ട് ജീവന് കെണി വയ്ക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ. വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് ചെന്നപ്പോൾ വെളിച്ചപ്പാടത്തി പറഞ്ഞു, ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞങ്ങളുടെ നാട്ടിലുള്ള മന്ത്രവാദികളെയും ക്ഷുദ്രക്കാരെയും എല്ലാം നിന്റെ കൽപ്പന കൊണ്ട് എല്ലാത്തിനും തീർത്തു. ഞാൻ വല്ല വിധനെ രക്ഷ പ്രാപിച്ചിരിക്കുക. അതുകൊണ്ട് സ്വതന്ത്രം നീ എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പ്രോമിസ് ചെയ്യുകയാണ്. എന്ത് ചെയ്യുന്ന? നിനക്കൊരു പ്രശ്നവും വരത്തില്ലെന്ന് അവിടെ വെളിച്ചപ്പാടത്തിയോട് പറയുകയാണ്. അടുത്ത കാര്യം ശ്രദ്ധിക്കണം. രാജാവ് അവളോട് 13ാം വാക്യം, ഭയപ്പെടേണ്ട, നീ കാണുന്ന എന്ത് എന്ന് ചോദിച്ചതിന് ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോട് അവന്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഒരു വൃദ്ധൻ കയറി വരുന്നു, അവൻ ഒരു അങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശമൂവേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഇത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഒരു ആത്മാവ് കുടിയിരിക്കുക, അല്ലെങ്കിൽ കയറി വരികയാണ്. ആ ആത്മാവ് സംസാരിക്കുമ്പോൾ ആ ആത്മാവ് ആരെയാണോ ആഗ്രഹിച്ച് ചെന്നിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് പരിചയമുള്ള വ്യക്തിയാണ് ഈ കയറുന്നത് ശരീരത്തിൽ. ഇത് വെച്ചാണ് ശമൂവേലാണെന്ന് ശൗല് ഉറപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇവിടെ ഈ കടന്നു വന്ന ശക്തി ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എന്താണ്?
ശമൂവേൽ ശൗലിനോട് നീ എന്നെ വിളിച്ചതിന് എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്തർ എന്നോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. കണ്ടോ, 15-ാം വാക്യം ശ്രദ്ധിച്ചോ. യഹോവ എന്നെ ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. അവിടെ അടുത്ത വാക്യം ശ്രദ്ധിക്കണം. പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് അരുളി ചെയ്യുന്നില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാതെ നമ്മളൊരു പ്രതിസന്ധിക്കകത്താകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, നമ്മൾ ഏത് ലിസ്റ്റിലാണ് പെട്ടിരിക്കുന്നത് നോക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുടെ ലിസ്റ്റിലാണോ, ദൈവത്തെ കോപിപ്പിക്കുന്നവരുടെ ലിസ്റ്റിലാണോ ആയിരിക്കുന്നത് വളരെ പരിശോധിച്ചോണം. ആമേൻ. ഈ വചനം നമ്മൾ അങ്ങനെ തിരിച്ചറിയണം. അപ്പോൾ ഇസ്രായേൽ മക്കൾ കടന്നു വന്നു, അവർ ദൈവത്തിന്റെ കൃപയിൽ നിന്നില്ല. കൃപയിൽ നിൽക്കാത്ത ആ ജനത്തോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എനിക്ക് അവരിൽ മിക്ക പേരിൽ ഞാൻ പ്രസാദിച്ചില്ല. മനസ്സിലാക്കണം, ദൈവം പ്രസാദിച്ചില്ല. എന്നാൽ അത് എന്തുകൊണ്ടാണ് പ്രസാദിക്കാത്തത്? അവർ കർത്താവിനെ നോക്കിയല്ല ഇറങ്ങിയത്, മറ്റ് ചിലതിനെ നോക്കി ഇറങ്ങിയത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധി കടന്നു വന്നത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ വായിക്കുന്നത് ജനവും തിന്നുവാനും കുടിക്കുവാനുമായിരുന്നു, കളിക്കുവാനും എഴുന്നേറ്റ് എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്തു. ഒരു ദിവസം 23,000 പേര് വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവർ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാമും കർത്താവിനെ പരീക്ഷിക്കരുത്. അടുത്തത് ഹല്ലേലൂയ. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരികൾ നശിച്ചു പോയതുപോലെ നിങ്ങളും പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. അടുത്ത പദം ശ്രദ്ധിക്കണം, അതിന്റെ 11-ാം വാക്യം. ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായി എഴുതിയിരിക്കുന്നു. നമുക്ക് എഴുതുന്ന കാര്യങ്ങളുടെ ചരിത്രം ശ്രദ്ധിച്ചു എങ്ങനെയാന്ന്. അതുകൊണ്ട് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് നമ്മൾക്ക് എഴുതി തന്നിരിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യമാണ് വ്യക്തമായി വരുന്നത്, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ചോ എന്നുള്ളത് നാം വളരെ ആഴത്തിൽ നമ്മൾ ഗ്രഹിക്കണം. ഇന്ന് ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നേരം നമ്മൾ കേട്ട വചനത്തിന് മുമ്പ് നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശേഷിച്ച് കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ചുരുക്കം വാക്കുകളില